പള്ളിവികാരിയെ വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. കുഴൂർ തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ ആന്റണി പോൾ പറമ്പേത്തിന്റെ പരാതിയിലാണ് കേസെടുത്തത്. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വാന നിരീക്ഷണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുഴൂർ തിരുമുക്കുളം പള്ളി വികാരിയെ വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ ആന്റണി പോൾ പറമ്പേത്തിന്റെ പരാതിയിലാണ് കേസെടുത്തത്. തിരുമുക്കുളം സ്വദേശികളായ ഡേവിസ്, ഷൈജു, ലിനു, ലിൻസൺ എന്നിവർക്കെതിരെയാണ് കേസ്. ജനുവരി 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പള്ളിയിലെ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റിട്ടത് ശരിയായില്ലെന്നാരോപിച്ച് ഫാദർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി 4-അംഗ സംഘം അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ഫാദർ ആന്റണി പോൾ പറമ്പത്തുമായി പ്രതികൾ തർക്കിക്കുന്നതിനിടെ സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമയായ ആന്റണിയും മക്കളായ അഭിജിത്ത്, അമർജിത്ത് എന്നിവർ ചോദ്യം ചെയ്യുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അക്രമകാരികളായ യുവാക്കൾ ആന്റണിയെയും ഭാര്യയെയും മക്കളെയും ആക്രമിക്കുകയും ചെയ്തു. ഇതിനെതിരെ ആന്റണിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഈ സംഭവത്തിലും പ്രതികൾക്കെതിരെ മാള പോലീസ് കേസെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കുറേ കാശുണ്ടായത് 10-12,000 രൂപയോളം പോക്കറ്റ് കിടന്ന ആ കാശും എൻ്റെ മാലയും എല്ലാം പൊട്ടിച്ച് നശിപ്പിക്കുകയും എൻ്റെ രോഗിയായ ഭാര്യനെ വീട്ടിൽ കയറി തള്ളിയിട്ട് ഞങ്ങൾ വീട്ടിൽ ഓടി കയറി കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറി 4 പേരും കൂടി തള്ളിയിടുകയും അവരുടെ ഫോണും ചെരുപ്പും ഇവിടുന്ന് വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യയുടെ ഡ്രസ്സ് വലിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അടിച്ചു തകർത്തുകയും കൈയുടെ കാലുകൾക്കൊക്കെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നെ മറിച്ച് തണ്ടലിനും എല്ലാം പറ്റുപറ്റിയിട്ടുണ്ട്. എൻ്റെ മൂത്ത മോനാണ് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത്. വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കുഴൂരിൽ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചിരുന്നു. പള്ളി വികാരിയെയും വ്യാപാരി കുടുംബത്തെയും ആക്രമിച്ച പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് തിരുനാൾ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയതായാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. 4 പേരും ഒരുമിച്ച് വന്ന് കഠിനമായ വാക്കുകളിൽ തെരുവിളിച്ചപ്പോൾ ആൻ്റെ ഇറങ്ങി വന്ന് അവരെ അനുനയത്തിൽ മാറ്റിക്കൊണ്ടുപോയപ്പോൾ ഞാൻ കാറ് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് പഠിക്കാൻ നോക്കിയപ്പോൾ കടയിലകത്തുള്ള സാധനങ്ങളും പുറത്തുള്ള സാധനം തല്ലിപ്പൊളിക്കാൻ എന്താ കണ്ടത്. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കടയ്ക്കകത്തുള്ള ചില്ലുകളും അടിച്ചു പൊളിച്ചവർ. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങോട്ട് ചെല്ലുമ്പോൾ രൂക്ഷമായിട്ട് അവരെ വിമർശിക്കുകയും തെറി വിളിക്കുകയും പെരുന്നാൾ നടത്തുന്നത് കാണട്ടെ, ഞങ്ങൾ തിരുനാളിന് വന്നുണ്ട്, ഇനി ഞാൻ ജയിലിൽ പോയി തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ഇരിക്കപ്പെടുന്നുണ്ടാവില്ലെന്ന് അവർ വെല്ലുവിളിച്ചിട്ടുണ്ടായി. മീഡിയ ടൈം മാള. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാന നിരീക്ഷണം നടത്തി. ചാലക്കുടി SH കോളേജിലെ ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിജോ വർഗീസ്, ഡോക്ടർ ശ്രീറാം എന്നിവർ വാന നിരീക്ഷണത്തിന് നേതൃത്വം നൽകി. ഫൗണ്ടേഷൻ ഭാരവാഹികളായ TN പ്രകാശ്, ഫ്രാൻസിസ് വിധേയത്തിൽ, MA ബാബു, PT ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. സ്കൂളിന്റെ സ്ഥാപകനായിരുന്ന മാനേജർ ആന്റണി മാളിയേക്കലിന്റെ സ്മരണാർത്ഥം ഫൗണ്ടേഷൻ ഈ വിദ്യാലയത്തിന് നൽകിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനോട് സമീപത്തുള്ള സമയമായതിനാൽ ചന്ദ്രൻ, വ്യാഴം, ബുധൻ വലയങ്ങളിൽ ശോഭിതനായ ശനി എന്നീ ഗ്രഹങ്ങളെ വളരെ അടുത്ത് കാണാൻ കഴിഞ്ഞ സന്തോഷം എല്ലാവരും പങ്കുവച്ചു. ഡോക്ടർ നിജോ വർഗീസ് ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ചും ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായുള്ള രാശിചക്രത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് നക്ഷത്രങ്ങളെ നിരീക്ഷണം നടത്താനുള്ള വഴികളും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിക്കാനുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാതെ ക്ഷേമനിധിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ കുഴൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നൽകുന്നവരാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ രീതിയിലുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള അധ്വാന സംഭാവന ചെയ്യുന്നവരാണ് നിർമ്മാണ തൊഴിലാളികൾ. എന്നാൽ ഈ നിർമ്മാണ തൊഴിലാളികളെ ഒരു കാലഘട്ടത്തിൽ പുഴുക്കളെ പോലെയാണ് ഈ സമൂഹം കണ്ടിരുന്നത്.
രാവന്തിയോളം പണിയെടുത്തു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന സന്ദർഭത്തിൽ ന്യായമായ കൂലിയുമില്ല, ന്യായമായ രീതിയിൽ എത്ര മണി വരെ വേണമെങ്കിലും പണിയാവുന്നൊരവസ്ഥയും, പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലിടങ്ങളിൽ വെച്ചൊരു അപകടമുണ്ടായാൽ ആ അപകടമുണ്ടായാൽ അസ്ഥി പെറുക്കി വീട്ടിൽ കൊണ്ടുപോകാം എന്നതൊഴിച്ചാൽ യാതൊരു വക ആശ്വാസകരമാവുന്ന രീതിയിൽ ചികിത്സാ സഹായങ്ങളോ മരണാനന്തര സഹായങ്ങളോ അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംപ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. CS രഘു, KV ഉണ്ണികൃഷ്ണൻ, MM നൌഷാദ് എന്നിവർ പങ്കെടുത്തു. അതേസമയം സർക്കാർ ഉത്തരവ് വന്നതിനു ശേഷം സെസ് പിരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും സമരം വസ്തുതാവിരുദ്ധമാണെന്നും കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. CITയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ ധർണ നടക്കുന്നത് പ്രത്യേകിച്ചും വസ്തുതാവിരുദ്ധമായൊരു ധർണയാണ് ഇവിടെ നടക്കുന്നത്. കാരണം സർക്കാർ ഉത്തരവ് ലഭിച്ച് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് സെസ് പിരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതായത് ഇതിനു മുമ്പ് സർക്കാർ ഉത്തരവ് വന്നപ്പോൾ തന്നെയാണ് നമുക്ക് പഞ്ചായത്തിലേക്ക് ഓർഡർ ലഭിച്ചാൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി തീരുമാനം എടുത്ത് ഭരണസമിതി കമ്മിറ്റിയിൽ തീരുമാനിച്ച് അതിന് ശേഷമാണ് നമുക്ക് സെസ് പിരിക്കാനുള്ള അധികാരമുള്ളൂ. അധികാരം ഉപയോഗിച്ച് നമ്മൾ പിരിക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇതിനു മുമ്പ് കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് സർക്കാർ ഉത്തരവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റുകളിൽ 40ഓളം വീടുകൾക്കാണ് 100 m² കെട്ടിടങ്ങൾക്കാണ് നമുക്ക് സെസ് പിരിക്കാനുള്ള ഉത്തരവ് ഇതിനകത്തുള്ളൂ. അത് പിരിക്കാത്തവർക്ക്, അതായത് സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷമാണ് നമുക്ക് പിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാർ ഉത്തരവ് മുൻ ഡേറ്റിലുള്ള അതുകൊണ്ട് 40 വീടുകൾക്കാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പിരിക്കാനുള്ള ഉത്തരവ് നമ്മൾ നോട്ടീസ് അവർക്ക് അയച്ചു കഴിഞ്ഞു. അവരിവിടെ കൊണ്ട് അടയ്ക്കാനുള്ള തീരുമാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വസ്തുത വിരുദ്ധമായ ഒരു സമരമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം മാള ഹോളി ഗ്രേസിൽ നടക്കും. ജനുവരി 24 മുതൽ 28 വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ഹോളി ഗ്രേസ് MBA കോളേജും ആർട്സ് കോളേജും സംയുക്തമായാണ് കലോത്സവത്തിന് വേദിയൊരുക്കുന്നത്. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, MLA സനീഷ് ജോസഫ്, കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് സുനിൽകുമാർ, കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ നേതാക്കളെയും വിവിധ കോളേജുകളിലെ യൂണിയൻ ഭാരവാഹികളെയും ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ചെയർമാൻ സാനി എടാട്ടുകാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഹോളി ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഒരു ഡി-സോൺ കലോത്സവ മത്സരം ഇവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായും ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടും പ്രോത്സാഹനത്തോടും കൂടി ഈ ഡി-സോൺ കലോത്സവം അതിഗംഭീരമായി ഭംഗിയായി നടത്തുവാൻ സാധിക്കണം. അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. ഹോളി ഗ്രേസ് MBA കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി, ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വിൻ, ജനറൽ സെക്രട്ടറി സഫ്വാൻ എന്നിവർ സംസാരിച്ചു. ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പള്ളിവികാരിയെ വാഹനം തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. കുഴൂർ തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ ആന്റണി പോൾ പറമ്പേത്തിന്റെ പരാതിയിലാണ് കേസെടുത്തത്. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വാന നിരീക്ഷണം സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.